നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തർക്ക് നിരവധിയാർന്ന അനുഭവങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷമായ നിരവധിയാർന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നവരാണ്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ അവർക്ക് പറയുവാൻ ഉണ്ടാകും എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാനോട് നിങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ കാണുന്നതായ അല്ലെങ്കിൽ പ്രകടമാകുന്നതായ ചില ലക്ഷണങ്ങളുണ്ട്. ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ആ വ്യക്തികളിൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കുക. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ പ്രവൃത്തികളിൽ സന്തുഷ്ടനാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഇരട്ടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതിൽ ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുന്നത് ലൗകികമായ സുഖങ്ങളോടുള്ള ആസക്തി നിങ്ങളിൽ ക്രമേണ കുറഞ്ഞു വരും എന്നതാണ്. പിന്നീട് അത് ഇല്ലാതെയായി തീരും എന്നതും വാസ്തവമായ കാര്യമാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാനോട് നിങ്ങൾ അടുക്കുമ്പോൾ, കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങളിൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട മാറ്റം തന്നെയാണ്. ഒരു വ്യക്തിയിൽ പല തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ പലപ്പോഴും പലരും അത് മറ്റുള്ളവരോട് പറയണം എന്നില്ല. എന്നാൽ ചില വ്യക്തികൾ തീർത്തും വ്യത്യസ്തരാണ്. പറഞ്ഞില്ല എങ്കിലും അവർക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒപ്പം നിൽക്കുന്നവർക്കോ പരിചയക്കാർക്കോ ഇത്തരമൊരു പ്രശ്നമുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഉൾവിളി പോലെ നിങ്ങൾക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അതായത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ, അത് ഭഗവാന്റെ കൃപാകടാക്ഷം, അനുഗ്രഹം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. നിങ്ങൾക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹം വന്നു ചേരും. കുട്ടികൾ നിങ്ങളോട് അടുക്കുന്നതാണ്. എത്ര ദേഷ്യത്തിലോ വിഷമത്തിലോ കുട്ടികൾ ഇരിക്കുകയാണ് എങ്കിലും നിങ്ങളോട് കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു അടുപ്പവും സ്നേഹവും വന്നു ചേരും. അവരുടെ വിഷമങ്ങൾ എല്ലാം തന്നെ മറന്ന് നിങ്ങളുമായി കൂടുതൽ അവർ അടുക്കുകയും ചെയ്യും. ഇപ്രകാരം കുട്ടികൾക്ക്, അത് പരിചയമില്ലാത്ത കുട്ടികൾക്കാണ് എങ്കിൽ പോലും നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. ഭഗവാനിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ശുഭകരമാണ് ഈ ലക്ഷണം. ദേഷ്യം ഒരു വ്യക്തിയോട് പലപ്പോഴും തോന്നുന്നതാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അവരുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തതായ ചില കാര്യങ്ങളാലോ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം ചില വ്യക്തികളോട് തോന്നി എന്ന് വരാം. എന്നാൽ ക്രമേണ അത്തരം ദേഷ്യങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു വരും. ഇനി അഥവാ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും, അഥവാ തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അവരോട് പൊറുക്കുവാൻ നിങ്ങൾക്ക് മനസ്സ് വന്നു ചേരും. അവർ ചെയ്തത് വലിയൊരു തെറ്റാകാം, ക്ഷമ നൽകേണ്ടതല്ലാത്തതായ തെറ്റാകാം. പക്ഷേ നിങ്ങൾ ക്ഷമിക്കും. കൂടാതെ നിങ്ങളിൽ ദേഷ്യം നാൾക്ക് നാൾ കുറഞ്ഞു വരും. മറ്റുള്ളവർ നിങ്ങളെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുകയാണ് എങ്കിലും ഭഗവാൻ നിങ്ങൾക്ക് തുണയുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചിന്തിക്കില്ല എന്നതാണ് വാസ്തവം. ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാവുക. അതിനാൽ ഇവിടെ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മറ്റുള്ളവരോട് ദേഷ്യം, വിഷമം, ഇത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ക്രമേണ നിങ്ങൾക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും.
ഒരു വ്യക്തിക്ക് സന്തോഷം കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണ്. എന്നാൽ ഇവർ തീർത്തും വ്യത്യസ്തരാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ചെറിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ പോലും അതിൽ വളരെയധികം സന്തോഷം ഇവർക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ചെറിയ കാര്യങ്ങളിൽ അത്രമേൽ സന്തോഷിക്കുന്ന വ്യക്തികളാണ് ഇവർ. അതൊരു മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എങ്കിൽ പോലും ഇവർക്ക് വളരെയധികം സന്തോഷം വന്നു ചേരും. മറ്റൊരു വ്യക്തി നന്നാകുന്നതായ സാഹചര്യത്തിൽ അത് ഒപ്പം നിൽക്കുന്നതായ വ്യക്തിയാണ് എങ്കിലും അവർ നന്നാകുന്നതിൽ അല്ലെങ്കിൽ ഉയർച്ച നേടുന്നതിൽ നിങ്ങൾ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരും. സന്തോഷിക്കുന്നതാണ്. ഒരിക്കലും അവരോട് അസൂയ നിങ്ങൾക്ക് തോന്നില്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഭഗവാനോട് നിങ്ങൾ കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും മനസ്സിൽ വരിക. അറിയാതെ ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ ഉരുവിടുക. ഭഗവാന്റെ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയുക. പലപ്പോഴായി ഭഗവാന്റെ ചിത്രങ്ങൾ കാണുക. അത് അപ്രതീക്ഷിതമായാണ് എങ്കിലും നിങ്ങൾ ഒരു ദിവസത്തിൽ പലപ്പോഴായി കാണുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഭഗവാന്റെ ചിത്രം, ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ലഭിക്കുന്നു, സമ്മാനമായി ലഭിക്കുന്നു. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നതും ഭഗവാനോട് അടുക്കുന്നതിൻ്റെ സൂചനയായി തീരും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഈ കാര്യങ്ങൾ സംഭവിക്കുക. അതിനാൽ തീർച്ചയായും അത് യാദൃശ്ചികമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നിങ്ങൾ സ്വപ്നം കാണുന്നതായ സാഹചര്യം വന്നു ചേരും. ഭഗവാനാകാം, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നതാകാം, ക്ഷേത്രമാകാം, അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ആ വസ്തുക്കൾ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു എന്നതാണ് ഭഗവാനെ കാണുന്നതിന് തുല്യമാകുന്നു. തീർച്ചയായും ഭഗവാനോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം അന്നേ ദിവസം നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളതാണ്. അന്നേ ദിവസം പോകുവാൻ സാധിച്ചില്ല എങ്കിലും അടുത്ത ദിവസമെങ്കിലും തീർച്ചയായും പോവുക. ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുക. കാൽപാദങ്ങളിൽ തുളസി സമർപ്പിക്കുക. പാൽപായസം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ശേഷം കുടുംബാംഗങ്ങൾ അത് ഏവരും സേവിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരും. ഭഗവാൻ സ്വപ്ന ദർശനം നൽകുക എന്നത് ഏവരും കാത്തിരിക്കുന്നതായ കാര്യമാണ്. പലർക്കും അത് ലഭിക്കാത്തതായ സൗഭാഗ്യമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ മഹാഭാഗ്യം തന്നെയാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ തനിയെ ഉണരുന്നതായ സാഹചര്യം. ബ്രാഹ്മമുഹൂർത്തത്തിൽ ആരും വിളിക്കാതെ നിങ്ങൾ തനിയെ ഉണരുന്നു എങ്കിൽ അത് സാക്ഷാൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന വിശേഷപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. ആരോ തട്ടി വിളിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. അല്ലെങ്കിൽ നിത്യവും ആ സമയം നിങ്ങൾ കണ്ണുകൾ അറിയാതെ തുറക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഭഗവാനോട് അടുക്കുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. അപരിചിതരായ വ്യക്തികൾ, നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒരു ആവശ്യഘട്ടത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും സഹായം ലഭിക്കുന്നതായ സാഹചര്യം. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ കൈ നീട്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന സൂചന. ഭഗവാൻ നിങ്ങളെ ഒരു ആപത്തിലും കൈവിടില്ല എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ മഹാഭാഗ്യം തന്നെയാണ്. എന്നാൽ ഇത് കാണുന്നില്ല, ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടാൻ പാടുള്ളതല്ല. നിത്യവും ഭഗവാനെ ആരാധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും.